അപ്പൊ വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. എന്താ നിന്റെ വീട്ടിൽ പറ്റിയത്? എന്തുകൊണ്ടാണ് നീ ഇത്രയും വലിയ മനോഹരമായ ഒരു വീട് പണിതിട്ട് ആ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല? എന്തേ അതിന്റെ കാരണം? അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു തരട്ടെ. പൈസ ഒന്നും തരണ്ട. നിനക്ക് എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല, ബർക്കത്തില്ല, റഹ്മത്തില്ല? നിങ്ങൾ ചിന്തിക്കടോ. നമ്മുടെ പഴയ വീട്, തറവാട്, ഒരു ഹാളും ഒരു അടുക്കളയും, ബെഡ്റൂം ഇല്ല, ബാത്റൂം ഇല്ല, ഇല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ? പടച്ചവനെ ഒരു പാ അങ്ങോട്ട് വിരിക്കും, ബംഗാളി കിടക്കണത് പോലെ നിരന്നങ്ങോട്ട് കിടക്കും. പുതപ്പുള്ളവൻ പുതയ്ക്കും, ഇല്ലാത്തവൻ മുണ്ടുരിഞ്ഞു പുതയ്ക്കും. എന്നാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഒരു സമാധാനം ഉണ്ടായിരുന്നു, പരസ്പരം സ്നേഹമുണ്ടായിരുന്നു, കിടന്ന ഉറക്കം വരുമായിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇപ്പോൾ ഒരു വീട് വെച്ചിട്ടുണ്ട്. നീ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ആ കുടിലി കിട്ടിയ സന്തോഷം ഇപ്പോൾ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ എന്നെ നോക്കണം? പറ, ഉണ്ടോ? ഇല്ല. നിന്നീ ജനിച്ചു വളർന്ന നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും കൂടപ്പിറപ്പുകളുമായി ജീവിച്ച ആ കുടിലുള്ള സന്തോഷം നിനക്ക് ഇപ്പൊ ഇല്ല. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ, അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മയായിരുന്നടോ, ഉമ്മ ചെയ്തിരുന്ന നന്മയെന്താ? ഉമ്മ ചെയ്തിരുന്ന നന്മയെന്താ? മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ ഉമ്മ വുളുവെടുക്കുകയാണ്. മുസല്ലയിൽ വന്നിരുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാരപ്പായിൽ വന്നിരുന്ന നമ്മുടെ ഉമ്മ ദിക്ർ പറയുകയാണ്. അങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത്. ആ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഫർദ് നിസ്കരിക്കുകയാണ്, സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്. അങ്ങനെ ഉമ്മയുടെ നമസ്കാരമെല്ലാം കഴിഞ്ഞ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. ഈ ചെറുപ്പക്കാരാ, വാപ്പ ലോൺ എടുത്തിട്ടല്ല വീട് വെച്ചത്, പലിശക്കെടുത്തിട്ടല്ല നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചത്, പള്ളികൾ കോറും പേറിയറന്ന് പിരിവെടുത്തിട്ടല്ല നിന്റെ പെങ്ങന്മാരെ നിന്റെ വാപ്പ കെട്ടിച്ചത്. വാപ്പ സമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു, സമയത്ത് ഉറങ്ങുമായിരുന്നു. വാപ്പയും ഉമ്മയും പരസ്പരം കടന്ന് തല്ലുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തൊരു ജീവിതമായിരുന്നെന്നറിയോ? പക്ഷേ ഇന്ന് നിനക്ക് എത്ര കിട്ടിയാലും തികയുന്നില്ല. ഉറങ്ങാ സമയമില്ല, തിന്നാ സമയമില്ല, സ്നേഹിക്കാൻ സമയമില്ല, ഒന്നിനും നിനക്ക് സമയം കിട്ടുന്നില്ല. കാരണം നീ പരക്കം പാച്ചിലാണ്. പണമുണ്ടാക്കണം, 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 വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം, മക്കളെ പഠിപ്പിക്കണം, തികയുന്നില്ലല്ലോ. അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. നിന്റെ ഉമ്മ നിസ്കാരം കഴിഞ്ഞ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ, വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. പെങ്ങളെ പഠിക്കണേ, പൊന്നുമോള്, പ്രത്യേകിച്ച് വാപ്പമാര് പഠിക്കണേ, വാപ്പമാര് പഠിക്കണേ. നിന്റെ ഉപ്പയുടെ ജീവിതം നീ ഒന്ന് തിരഞ്ഞു നോക്ക്. നിന്റെ വാപ്പ കൂലിപ്പണിക്കാരനായിരുന്നോ? നമ്മുടെയൊക്കെ വാപ്പ കൂലിപ്പണിക്കാരനാ. വാപ്പ ഈ കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന 350-400 രൂപ കണ്ട നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ച്. അല്ലാതെ ലോൺ എടുത്തിട്ടാണോ? വാപ്പ ലോൺ എടുത്തോ, പലിശക്കെടുത്തോ, അല്ലെങ്കിൽ വാപ്പ പോയിട്ട് പിരിവെടുത്തിട്ടാ കെട്ടിച്ച്? അല്ല. വാപ്പ സമയത്ത് ഭക്ഷണം കഴിക്കൂ, ഉറങ്ങും, എല്ലാം ചെയ്യും. റാഹത്തായിട്ട് ജീവിച്ചു, റാഹത്തായിട്ട് മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, ടെൻഷനാ, ബേജാറ്, തീറ്റിയും കുടിയില്ല, ഉറക്കമൊഴിച്ചൽ ഇങ്ങനെ നടക്ക. എന്തേ അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്? ഒരു കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴുന്നുണ്ട്. അത് വീടുന്ന കാലത്തോളം നിന്റെ വീട് രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു കണ്ണുനീര് നിങ്ങളുടെ വീട്ടിൽ വീഴുന്നുണ്ട്. ആ കണ്ണുനീര് എന്നു നീ തുടയ്ക്കുന്നോ അന്നേ നിന്റെ വീട്ടിൽ സമാധാനം കിട്ടും. ഏതാ കണ്ണുനീര്? ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും.
ഇന്നത്തെ ദിവസം കൈകൊണ്ട് ഖുർആൻ തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കി. വേണ്ട, എനിക്ക് ചുമ്മാ നാണം കെടാൻ വയ്യ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊന്ന് കൈപൊക്കിക്കേ. ഇന്ന് ഖുർആൻ കൈകൊണ്ട് തൊട്ട പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആണുങ്ങളൊന്ന് നോക്കിക്കേ. ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? ഇതാ ഞാൻ പറഞ്ഞേ, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വീട്ടിലുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ, ഖുർആൻ എടുക്കുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ നിന്റെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എങ്ങനെ സമാധാനം കിട്ടാനാ? നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആനുണ്ട്, പാരായണം ചെയ്യുന്നില്ല, തൊടുന്നില്ല. അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുകയാണ് ഖുർആൻ. ആ പൊടി പോലും ഒന്ന് തുടച്ചു കളയാൻ നിനക്ക് സമയമില്ല, നിന്റെ ഭാര്യയ്ക്ക് സമയമില്ല. എന്നാ പൊന്നുമോളെ, നിന്റെ ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഒറ്റയിരുത്തമാണ്, ഖുർആൻ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണ്. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുകയാണ്. സൂറത്തു സജദ പാരായണം ചെയ്യുകയാണ്. സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണ്. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഉമ്മ 5 സൂറത്തുകളാണ് പാരായണം ചെയ്യുന്നത്. മുടക്കാറില്ല ചെറുപ്പക്കാരാ, മുടക്കാറില്ല ചെറുപ്പക്കാരാ. അതാ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബാ. ഭർത്താക്കന്മാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാണ്, നിന്റെ പെൺമക്കളോട് നിർബന്ധമായിട്ട് പറയണം വാഖിഅ പഠിക്കാൻ. നിന്റെ ഭാര്യയോട് പറയണം സൂറത്തുൽ വാഖിഅ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. എന്റെ വീടിന്റെ അകത്ത് നിങ്ങളിൽ ആരെങ്കിലും ഒരാള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നിർബന്ധമായിട്ട് മോദണം. ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു ആ വീട്ടിലെ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് അവിടെ ദാരിദ്ര്യമില്ല, അവിടെ പട്ടിണിയില്ല, അവിടെ പിരിവെടുക്കേണ്ട കാര്യം വരൂല. അതുകൊണ്ട് പെൺമക്കളുള്ള വാപ്പാ, മക്കളെ കെട്ടിക്കണമെന്ന് പറഞ്ഞു നീ സങ്കടത്തോടെ നടക്കല്ലേ. മോളോട് പറയണം വാഖിഅ ഓതാൻ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന വീട്ടില് ദാരിദ്ര്യമുണ്ടാകൂല, ദാരിദ്ര്യമുണ്ടാകില്ല. പടച്ചവനെ, സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യണേ, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യണേ. തങ്ങന്മാരെ കാണുമ്പോ, സീതന്മാരെ കാണുമ്പോ, തങ്ങളെ എന്റെ വീട്ടിലൊന്ന് ദുആ ചെയ്യാൻ വരണേ എന്ന് കൊതിക്കുന്ന വാപ്പാ, പള്ളിയിലെ ഖതീബന്റെ വീട്ടിലൊന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ കൊതിക്കുന്ന പെങ്ങളെ, മോളെ വാക്ക് റഹ്മാൻ ഓതാൻ പറ്റുമോ? റഹ്മാൻ പാരായണം ചെയ്ത തങ്ങന്മാരല്ല, ഉസ്താദന്മാരല്ല, ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. നിന്റെ വീട്ടിലേക്കും മലക്കുകൾ വരും പെണ്ണ്. ചരിത്രം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. സഹാബികളുടെ വീട്ടിലും മലക്കുകൾ ഇറങ്ങി വന്ന ചരിത്രമുണ്ടോ? അതുകൊണ്ട് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യണേ ഉമ്മ. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പ്രതിഫലം ഖബറിലാണ്, പ്രതിഫലം മാറടി മണ്ണിനകത്താണ്. ആ ഖബറിന്റെ അകത്താണ് ആ 30 ആയത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. ആ ഖബറിനകത്ത് വരുമടാ ചെറുപ്പക്കാരാ. സഹാബികളുടെ കഥയുണ്ടല്ലോ, സഹാബികളുടെ ചരിത്രമുണ്ടല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, വാപ്പമാരെ,
സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ, സൂറത്തു സജദ പാരായണം ചെയ്യണേ. ഉംറ ചെയ്ത കൂലിയാ ഉമ്മ. 3 പേജേ ഉള്ളൂ, 3 പേജേ ഉള്ളൂ. സൂറത്തു യാസീൻ ഓതണേ. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുന്നതാണ് നിന്റെ നാശംബങ്ങള്. ഖുർആനിന്റെ കണ്ണുനീരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാണ്. ആ കണ്ണുനീരാണ് ബറക്കത്ത് നഷ്ടപ്പെടുത്തിയത്. ആ കണ്ണുനീരാണ് സമാധാനം നഷ്ടപ്പെടുത്തിയത്. ആ ബറക്കത്താണ് നിന്റെ ജീവിതം. ആ കണ്ണുനീരാണ് നിന്റെ ജീവിതം തകർത്തു കളഞ്ഞത്. അതുകൊണ്ട് മടങ്ങിക്കോ. ഇന്ന് വഴുത കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് പുറത്തുള്ള പൈപ്പിൽ നിന്ന് ഉതുവെടുക്കട്. എന്നിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പൊടികളൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് അതൊന്ന് തുറന്നിട്ട് അല്ലാ ഒന്ന് ചുംബിക്കണേ ഉമ്മ, ഒന്ന് ചുംബിക്കണേ ചെറുപ്പക്കാരാ. ആ കണ്ണുനീരൊന്ന് തുടയ്ക്കണേ മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ വേദനിപ്പിക്കരുത്. അതിനെ നീ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കട്. അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ കൈകൊന്ന് തുടണേ. അത് നീ ഒന്നെടുക്കണേ ചെറുപ്പക്കാരാ. മോനെ, ഖുർആൻ കണ്ടോതുന്നത് പോലെ പ്രതിഫലം വേറെ ഒന്നിനുമില്ല. കാണാതെ ഓതുന്നതിനേക്കാളും പ്രതിഫലമാണ് ആ പരിശുദ്ധമായ ഖുർആനും കണ്ടു പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവർ ഒരു തീരുമാനമെടുക്ക്. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ഉസ്താദേ, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാൻ ഖുർആൻ എടുക്കും ഉസ്താദേ. പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒരു സൂറത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യും. അല്ലാഹുവേ, ഈമാൻ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഒരു തീരുമാനമെടുക്ക്. ഉസ്താദെ, നാളെ മുതൽ ഇൻഷാ അല്ലാഹ്, ഇല്ലെങ്കിൽ ഇന്നു മുതൽ, നാളെ ജീവിച്ചിരിക്കും അറിയില്ല, ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് കൈകൊണ്ടെടുക്കും. ഒരു സൂറത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യും ഖുർആൻ നോക്കി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. 114 സൂറത്തുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് അത് കാണാതെ ഓതരുത്, കണ്ടോതണം. നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. നീയത്ത് ചെയ്യുന്നവര് കൈവക്ക്. രണ്ടാമത് പൊക്കലൊന്നുമില്ല, ഒറ്റ പൊക്കലേ ഉള്ളൂ. വേണ്ടവരൊക്കെ പൊക്കിക്കോ. പൊക്കിക്കഴിഞ്ഞോ? ദുആ ചെയ്യാൻ പോവാ. പൊക്കിക്കഴിഞ്ഞോ? ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പൊക്കാത്തവൻ അള്ളാഹു തരുന്ന ശിക്ഷ തരാം. ആ പൊക്കാത്തവനുണ്ടല്ലോ, അവൻ പറയുന്നത് മതകളകിയ ആന വന്നാലും ഞാൻ നെഞ്ചു വിരിച്ചു നിന്ന, നീ അവിടെ തന്നെ നിന്നോ. നിനക്ക് റബ്ബ് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നിനക്ക് റബ്ബ് തരുന്ന ശിക്ഷ നീ മരിക്കാൻ കിടക്ക. നീ മരിക്കാൻ കിടക്ക. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മക്കളോ നിന്റെ ഭാര്യയോ ആരെങ്കിലും നിന്റെ അടുക്ക് വന്ന് നിന്നിട്ട് പറയും, പറ ഉപ്പച്ചി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ പറ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ തിരിച്ചു പറയുന്ന മറുപടി എന്തെന്നറിയോ? നിന്റെ മരണം വഴി ഞാൻ പറഞ്ഞു തരാം. ആ കൈവക്കാതെ അഹങ്കാരത്തോടെ ഇരുന്നവന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറയാം, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരു സൂറത്ത്, ആ ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടുമോ എന്ന് ചോദിച്ചപ്പോ ആ തൊടാൻ പോലും മനസ്സില്ലാതെ ഇരുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷയാ. നിന്റെ അവസാനത്തെ വാക്ക് നീ തന്നെ പറയും, ഞാൻ ചാകുന്നത് കാഫിറിനെ പോലെയാണ്, ചത്തുപോകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് നീ മരിക്കത്തുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ നീ തന്നെ പറയും, ഞാൻ ചാവുന്നത് ഈമാനില്ലാതെയാണ്, ഞാൻ ഈമാനില്ലാതെയാണ് ചത്തുപോകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കൈ പൊക്കിയവരൊന്നുകൂടെ പൊക്കിക്കേ. നിനക്ക് റബ്ബ് തരുന്ന പ്രതിഫലം
നിനക്ക് റബ്ബ് തരുന്നത് ഞാൻ ഒന്നും പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല, ഇരിക്കണൊക്കെ ഉസ്താദന്മാരാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലടോ. ആ അഹങ്കാരത്തിന്റെ ശിക്ഷയാ ഞാൻ പറഞ്ഞേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനിയോ ഓതാമെന്ന് തീരുമാനം എടുത്തില്ലേ? തൊടൂലേ? പറ, ഖുർആൻ തൊടുവോ? തൊടും. ഏത് സൂറത്ത് ഓതും? 114 സൂറത്തുണ്ട്. 114 സൂറത്തുണ്ട്. ഏത് സൂറത്താ ഓതുക? യാസീൻ ഓതുവിടാ ഖുർആൻ. നീ നിന്റെ കാര്യം നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓതാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറയാം. ഞാൻ ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അള്ളാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗം നിങ്ങൾക്ക് കിട്ടുന്നവരെ സൂറത്ത് പറഞ്ഞു തരട്ടെ. ഓതുവോ? പേടിക്കണ്ട, വലുതൊന്നുമല്ല, ചെറുത്. വലിയ സൂറത്തൊന്നുമല്ല, ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ചെറിയ മക്കൾക്ക് വരെ ഓതാനറിയുന്ന, മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു മക്കൾക്ക് വരെ പാരായണം ചെയ്യാൻ അറിയുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ. പെങ്ങളെ ഓതണേ, മോളെ ഓതണേ, ചെറുപ്പക്കാരാ. ഓതുമെന്ന് തീരുമാനമെടുത്ത് കൈപൊക്കിയവരെ, നിനക്ക് അല്ലാഹു തരുന്ന മരണം ഞാൻ പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹു തരുന്ന മരണം ഞാൻ പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹു തരുന്ന മരണം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണമാടാ ചെറുപ്പക്കാരാ. കൈപൊക്കിയ പെങ്ങന്മാരെ, നിനക്ക് ഈമാനുള്ള ഒരു മരണം അല്ലാഹു തരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് സ്വർഗം കണ്ടുകൊണ്ടുള്ള ഒരു മരണമുണ്ടല്ലോ. അല്ലാഹുവേ, മലക്കുകൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും നീ പാരായണം ചെയ്താൽ, ആ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും നിന്റെ കൈ കൊണ്ടെടുത്തൊന്ന് ചുംബിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ് നല്ല മരണം തരും ചെറുപ്പക്കാരാ, നല്ല മരണം തരും ചെറുപ്പക്കാരാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ജനാസ കണ്ടവരും മറക്കൂല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മയ്യത്ത് കണ്ടവരാണ്. മയ്യത്ത് കാണാത്ത ഒരാളുമില്ലല്ലോ. നൂറുകണക്കിന് മയ്യത്ത് കണ്ടവരാണല്ലോ. എന്നാ എല്ലാ മയ്യത്തുകളും നിനക്ക് ഓർമ്മയില്ല, കണ്ട ജനാസ മുഴുവനും ഓർമ്മയില്ല. എന്നാ ഇന്നും മറക്കാൻ പറ്റാത്ത ചില മുഖം നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയടോ. ചിലരുടെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട് ചെറുപ്പക്കാരാ. എന്തൊരു പ്രകാശമാ ഉസ്താദ്. എന്റെ ഉമ്മ മരിച്ചപ്പോ ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. എന്തൊരു ചിരിയായിരുന്നു ഉസ്താദ്. എന്റെ വാപ്പ മരിച്ചു കിടന്നപ്പോ എന്നെ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. എന്തൊരു മരണമായിരുന്നു, എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു സുഗന്ധമായിരുന്നു. പെങ്ങളെ, വെറുതെ കിട്ടിയതല്ല മോള്. നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പം മുഖത്ത് കണ്ട പ്രകാശം വെറുതെ കിട്ടിയതല്ല. അത് ഖുർആൻ ഊതിയപ്പോ റബ്ബ് കൊടുത്തതാ. അത് ഖുർആനിനെ സ്നേഹിച്ചതിന് റബ്ബ് കൊടുത്തതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പ്രതിഫലം കേൾക്കണോ ചെറുപ്പക്കാരാ. ഈ ന്യൂ ഇയറിന്റെ തലേ ദിവസം ഡിസംബർ 30 രാത്രി ഇവിടെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് ഞാനൊരു സൂറത്തെങ്കിലും പാരായണം ചെയ്യുമെന്ന് തീരുമാനമെടുത്ത നിനക്ക് റബ്ബ് തരുന്ന പ്രതിഫലമെന്താ? വരുമടാ ചെറുപ്പക്കാരാ. ഇവിടത്തെ പള്ളിയുടെ മിനാരത്തില് ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നീ
മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്, ടാർപ്പ കെട്ടുകയാണ്, കസേര നിരത്തുകയാണ്, വീടിന്റെ പുറകില് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ബന്ധുക്കളും നാട്ടുകാരും കടന്നു വന്നു. അവസാനം നിന്റെ ജനാസ എടുത്തു വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയാ, വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയാ, നജസുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. എന്നിട്ട് നിന്നെ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ്, അവിടെ നിന്ന് പുതുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. ഒരാള് പറയുന്നു മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാരും മാറി നിൽക്കുമ്പോ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാണ്. കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവന്ന് വീടിന്റെ അകത്തങ്ങ് മലർത്തി കിടത്തുകയാ. എല്ലാവരും വന്നിട്ടുണ്ടടാ ചെറുപ്പക്കാരാ, ആർക്കും വിളിച്ചില്ല എന്ന് പരാതിയില്ല. നാട്ടുകാരും കുടുംബക്കാരും ആണും പെണ്ണുമല്ല നിന്റെ വീട്ടിലേക്ക് അവസാനമായൊന്ന് കാണാമെന്നതാണ്. വീട് മുഴുവനും വല്ലാത്ത തിരക്കാണ്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ആളുകൂടിയിട്ടില്ല. അപ്പോഴാണ് നിന്റെ ജനാസയുടെ തലയ ഭാഗത്തിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവിടെന്ന് ചോദിക്കുന്നു പഞ്ഞി എവിടെ, ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെക്കുകയാണ്, കാണണ്ടവരൊക്കെ കണ്ടോ. പൊതിയാൻ പോകുകയാണ്, പൊതിയാൻ പോകുകയാണ്. അങ്ങനെ എല്ലാവരും നിന്നെ അവസാനമായിട്ടൊന്ന് കാണാൻ വല്ലാതെ തിരക്ക് കൂട്ടിയപ്പോ ആരോ വിളിച്ചു പറയുന്നു കണ്ടതൊക്കെ മതി പൊതിയാ. അല്ലാഹുവേ, വെള്ളത്തുണിക്കകത്തങ്ങ് പൊതിയുമടാ ചെറുപ്പക്കാരാ. പൊതിയുന്ന രംഗമുണ്ട് സഹോദരാ. ആ 3 കെട്ടുകൾ കെട്ടുകയാണ്. നിങ്ങളുടെ പള്ളിയിൽ നിന്നും മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം വന്നല്ലോ. ഏത് വീട്ടിലും വരുമടോ, ഫ്രീ സർവീസ് ആടോ, മോഡലിന് വ്യത്യാസമില്ലടോ. പണമുള്ളവനും പണമില്ലാത്തവരും ഏത് കൊട്ടാരത്തിന്റെ മുമ്പിലും കടന്നു വരുന്ന വാഹനമാ. ഡ്രൈവർ വേണ്ട, പെട്രോള് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, എല്ലാ വീടിന്റെ മുമ്പിലും ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണ്. ആ വാഹനത്തിന്റെ അകത്തേക്ക് നിന്നെ എടുത്തും മലർത്തി കിടത്തും ബാപ്പാ. ആരാ ചുമക്കേണ്ടത്? ഖുർആനോദിയ വാപ്പയോട് ചോദിക്കുകയാണ്, ഖുർആനോദിയ ഉമ്മയോട് ചോദിക്കുകയാണ്. നീ വിവിഐപി അല്ലേ ഉമ്മ? നീ വിവിഐപി അല്ലേ? നീ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയവനല്ലേ? നിന്റെ വീടിന്റെ അകത്തിരുന്ന് നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും സീരിയൽ കണ്ടപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിന്റെ അകത്ത് അല്ലാഹുവിന്റെ കലാമ് വെച്ച് പാരായണം ചെയ്ത ഉമ്മ, നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, പലിശ തിന്നുന്നവനല്ല, അഹങ്കാരിയെ പോലെ നടക്കുന്നവനല്ല. നീ വിവിഐപിയാ, നീ
VVIP നിന്റെ ജനാസ ചുമക്കാൻ VVIP വരുമടോ, VVIP വരുമടോ. ആരാ VVIP എന്നറിയോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആകാശലോകത്ത് നിന്ന് 70,000 മലക്കുകൾ വരികയാണ് നിന്റെ വീടിന്റെ മുറ്റത്ത്. എടാ ചെറുപ്പക്കാരാ, ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച പൊന്നുമോനെ, പുഷ്പയുടെ കഥയല്ലടാ സിറാജ് പറയുന്നത്, ഏതെങ്കിലും ഒരു സിനിമാ കഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. സിറാജ് വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണ്. സഅദിന്റെ ജനാസ കണ്ടവർ പറയുന്നു, എന്തൊരു മരണമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്. എടാ സഅദ്, ഉറങ്ങുകയാണോ സഅദ്? ഉറങ്ങുകയാണോ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണുന്നവർ മുഴുവനും പറയുകയാണ്, റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിക്കുകയാ, അവിടുന്ന് കഫൻ പൊതിയുകയാ. അവിടുത്തെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ സ്വഹാബത്ത് പറയുന്നു, ഭാരമില്ല. സ്വഹാബാക്കള് പരസ്പരം പറയുകയാണ്, മയ്യത്തിനു ഭാരമില്ല, മയ്യത്തിനു ഭാരമില്ല. അല്ലാഹുവേ, സഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. നബിതങ്ങൾ തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തേ ഇങ്ങനെ നടക്കുന്നത്? അവസാനം സ്വഹാബത്ത് ചോദിക്കുകയാ, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ. അങ്ങ് തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നത് കണ്ടല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സഹാബ. സ്ഥലമില്ല സഹാബ, സ്ഥലമില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂല് തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിനു പോലെ സുഗന്ധമാ മോനെ, മണ്ണിനു പോലെ സുഗന്ധമാടാ. ഖബർ കുഴിച്ചടിയിലേക്ക് ചെല്ലുമ്പോ വല്ലാത്ത സുഗന്ധം മോനെ, വല്ലാത്ത പരിമളം മോനെ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിങ്ങനെ തുടച്ചു വൃത്തിയാക്കുമ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാണ്. സഅദ് തങ്ങളെ ഖബറടക്കുകയാണ്. ആ മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നടോ, ആ മണ്ണെടുത്ത് അവിടുന്ന് സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ്, വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, വീടിന്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്. എവിടെ നിന്നാണ് റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ? ആ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ ചെന്നു നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാണ്. ചരിത്രം പറയുകയാണ്, ഈ മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെ ചോദിച്ചു, മോനെ സഅദേ, ആ ഖബർ കുഴിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവേ എന്തൊരു മരണമായിരുന്നു. മുഖത്തു വല്ലാത്ത പ്രകാശം, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരി, എന്തൊരു സുഗന്ധമായിരുന്നു. നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നു. മലക്കുകൾ ഇറങ്ങി വന്നു നിന്റെ മയ്യത്ത് ചുമക്കാൻ. നിന്റെ ഖബറിലെ മണ്ണിനു പോലും സുഗന്ധമായിരുന്നു സഅദ്. എന്ത് ചെയ്തട്ടാ, എന്ത് നന്മ ചെയ്തട്ടാ?
ഖബർ കുടിച്ച മനുഷ്യൻ ചോദിച്ചപ്പോ സയ്യിദ് തങ്ങൾ പറഞ്ഞുവത്രേ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന് എന്റെ റബ്ബ് എനിക്ക് തന്നതാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിന്, ഖുർആൻ സ്നേഹിച്ചതിന് എന്റെ റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാന്റെ കലാമാ, ഉളുവില്ലാതെ തുടരുത്, ഉളുവില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഖുർആൻ ഓതാൻ. ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ വാപ്പാ, നിനക്കതിന്റെ നാശമറിയാഞ്ഞിട്ടാണ്. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. പടച്ച റബ്ബേ ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലാഹു പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പാരായണം ചെയ്യുമോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാ. ഇത് നീ പാരായണം ചെയ്താ സ്വർഗമാ പെങ്ങളെ, സ്വർഗമാ ബാപ്പാ, സ്വർഗമാ ചെറുപ്പക്കാരാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. താരാട്ടു പാടാൻ തോഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുദാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം കിട്ടുമടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഖുർആനിനെ ആദരിച്ചോ, ഖുർആനിനെ ബഹുമാനിച്ചോ, ഖുർആനിനെ പരിഗണിച്ചോ. ഇല്ലെങ്കിൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും പൊറുക്കണേ അല്ലാ. ഖുർആനിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സമയം 12 മണിയായി. നിങ്ങൾ 7 മണി 8 മണി മുതൽ ഇരിക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഇൻഷാ അല്ലാഹ് ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതൂല്ലേ? ഓതുമോ ഇല്ലേ? നിങ്ങളെല്ലാവരും വേണോന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരൂല. വേണോ വേണ്ടേ എന്ന് കൈപ്പോ. കാരണം എന്തറിയോ? ഇങ്ങോട്ട് നിൽക്ക്. കാരണം എന്തെന്നറിയോ? ഒരു കാര്യം, ഒരു നന്മ കേട്ടിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്കറിയില്ലായിരുന്നു, ഓതിയില്ല.
പക്ഷെ ഒരു അറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിനുള്ളത് വേറെ കിട്ടും. വേണോ വേണ്ടയോ? ഓതാന്ന് നിയത്ത് ചെയ്യുന്നവരെ കൈവക്ക്. ഒരു ചെറിയ സൂറത്ത് ഈ കൊച്ചു മക്കൾക്ക് വരെ അറിയാം. അരക്കയ്യന്മാരുണ്ടോ ഇവിടെ? എന്താ ബാൽക്കണിയിൽ ഇരിക്കുന്നതിനൊന്നും പൊങ്ങുന്നില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഏത് സൂറത്താ? ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? 114. 114ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 113ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. 112ാമത്തെ സൂറത്ത് ഏതാ? ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് ഓതാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഈ സൂറത്താണോ? ഏത് സൂറത്ത്? സൂറത്തുൽ നബിതങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ആരെങ്കിലും 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹുവിന് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുമെന്ന് നബിയിന റസൂലുള്ളാഹി. എവിടെ വീട്? സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. എത്ര പ്രാവശ്യം ഓതിയ? 10 പ്രാവശ്യം ആര് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ടോ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് വീട് പണി തുടങ്ങാം. കുറ്റിയടിച്ചൂടെ? നിന്റെ വീടിനെ കുറ്റിയടിക്കാൻ പറ്റിയില്ല, സ്വർഗത്തിലെ വീടിനെങ്കിലും കുറ്റിയടിച്ചൂടെ? അപ്പൊ നേരെ ഇരിക്ക്. ഇതിലെ പ്രസവപാടി നേരെ ഇരി ചങ്ങായിമാരെ. ഇല്ലാണ്ട് നേരെ ഇരി. ഇതിലെ വാഹന ആവശ്യം ഇങ്ങനെ ഇരിക്കുക. നേരെ ഇരിക്കുക. സ്വർഗമല്ലേ? തലേ തുണിയൊക്കെ ഇട്ട് താത്താമാര് സ്വർഗത്തിൽ വീട് പണി തുടങ്ങാൻ പോവാ. ഇൻഷാ അല്ലാഹ് ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറ്റിയടിച്ചോ. ഇനി വീടിനെ വാനം തോണ്ടണം, തറ കെട്ടണം, കട്ട കെട്ടണം, വാർക്കണം, പൂഷണം, ടൈലിടണം, പ്ലംബിങ്ങും വയറിങ്ങും നടത്തണം, പെയിന്റ് അടിക്കണം. വീടാകണമെങ്കിൽ ഇനി എത്ര എണ്ണം കൂടെ ഓതണം? ഇനി 9 എണ്ണം കൂടെ ഓതിയാലേ സ്വർഗത്തിൽ വീടാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞ് നിന്റെ വീടെത്തുന്നത് വരെ എന്നെക്കുറിച്ച് മിണ്ടരുത്. സിറാജിന്റെ വഴുതിനെ കുറിച്ച് നിങ്ങൾ ആരും മിണ്ടരുത്. നിന്റെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഒരു വീട് പണി പൂർത്തിയാക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഒരു വീട് പണിയണം. നിന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ എന്താ സമ്പാദിച്ചേന്ന്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന്. വാടി കാണിച്ചു തരാൻ ഞങ്ങൾ വന്ന് പറയണം. ഞാൻ എന്താണ് സമ്പാദിച്ചതെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നാളെ സ്വർഗത്തിൽ വാ. വില്ലകൾ ഞാൻ കാണിച്ചു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നീ ഇങ്ങനെ ഷാള് വിട്ടിട്ട് മഹദിയെ പോലെ നടക്കുന്നല്ലോടി, എന്തുവാ നീ ഇത്ര അങ്ങ് മലമറിക്കുന്നതെന്ന് നിന്റെ ഭർത്താവ് ചോദിക്കൂലേ? പറഞ്ഞാ മതി, അങ്ങ് വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പെണ്ണുങ്ങൾ ഭർത്താവിന് എന്താ വിളിക്കുക? ഭാര്യ അച്ഛാന്ന ഇക്കാന്ന എന്താ ചീത്ത വിളിക്കാതിരുന്നാ മതി. നിന്റെ ഇക്കാനോട് നീ പറയണം, വാ കാണിച്ചു തരാം. അവിടെ പോയിട്ട് ആസ്വദിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ദുആ ചെയ്യാലോ. അൽഹംദുലില്ലാഹ്. ഇവർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇവരുടെ മനസ്സിലെ വലിയൊരു മോഹമാണ് ഇതൊന്ന് പൂർത്തീകരിക്കാൻ. അള്ളാഹുയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പക്ഷെ എന്ത് ചെയ്യാനാ? നിങ്ങളോട് ഞാൻ ചോദിച്ച ഇപ്പൊ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അള്ളാഹു നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേക്കോ.
ഇവിടെ പൊടിയൊന്നും ഇളക്കാതെ എൻ്റെ അടുത്തോട്ടൊന്നും നീക്കിയിടുക. കസേര എടുത്തിട്ടോ. പൊടി ഇളക്കരുത്, ക്യാമറ ഒന്നും പൊളിച്ചേക്കരുത്. വാ, കരണ്ട. ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൻ 3.5 വയസ്സേ ഉള്ളു, കരണ്ടടിച്ചു മരിച്ചു. അള്ളാഹു കുഞ്ഞിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. വാ എല്ലാം വാ കഴിഞ്ഞു. വാ ഇങ്ങോട്ട് വാ ചങ്ങായിമാരെ, ദുആ ചെയ്യാനല്ലേ, പിരിക്കാനൊന്നും അല്ലല്ലോ. വാ, അൽഹംദുലില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇങ്ങോട്ട് വാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ ചങ്ങായിമാരെ, നിങ്ങൾ എന്തിപ്പാ ഇങ്ങോട്ട് വാ. നിങ്ങളൊക്കെ കാണാനില്ല, എനിക്ക് കൊറോണ ഒന്നും ഇല്ലടോ, ചെറിയ ജലദോഷം. വാ, അതൊക്കെ നല്ലവർക്കേ വരത്തുള്ളൂ. നമ്മളെ പേടി കൊറോണ വന്ന് മരിച്ചു പോകുന്നു. നമ്മളൊന്നും മരിക്കത്തില്ലടോ. ആ അസുഖമൊക്കെ ഒന്ന് മരിക്കണമെങ്കിൽ യോഗം വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. താത്തമ്മരൊക്കെ ഇരുന്നേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്തൂടെ. അപ്പൊ എനിക്ക് വയലു പറയാനൊന്നും അറിയത്തില്ല. ഒരുപാട് ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്. നിങ്ങൾ അധികം പേരും പ്രായമുള്ളവരാ. എനിക്ക് 10-38 വയസ്സുണ്ടെങ്കിലും ഇത്തിരി പക്വത കുറവാ. അതെന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് മൈക്കിന്റെ മുമ്പിൽ എൻ്റെ ഭാര്യ തന്നെ എന്നോട് ചോദിക്കും, ഇക്കാക്ക് മൈക്കിന്റെ മുമ്പിൽ കയറുമ്പോൾ വല്ല ജിന്നും കൂടുവന്നു. അപ്പൊ അതാണ് വയല്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയാൽ പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊരുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? നോക്കാടാ സിറാജേ. എനിക്ക് പൊരുത്തം തരുമെന്ന് ചോദിക്കും, പറയാ നോക്കാന്ന്. അത് വല്ലാത്ത മറുപടിയാണോ? ഇൻഷാ അല്ലാഹ് വേണ്ട, പൊരുത്തപ്പെടില്ലേ? അള്ളാഹു നമ്മുടെ പാവങ്ങളൊക്കെ പൊരുത്തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, എൻ്റെ യാത്ര ഹൈറിലാകാം. നിങ്ങളൊക്കെ ദുആ ചെയ്ത് എന്നെ അവിടെ എത്തിക്കണം. അവിടെ എത്തിയാൽ ഞാൻ നിങ്ങളെ ഓർക്കും. അതാ പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് എനിക്ക് ഹജ്ജ് പോകാൻ കഴിഞ്ഞാൽ അവിടെ ചെന്ന് ദുആ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തവർക്ക് ഞാനും ദുആ ചെയ്യും. അള്ളാഹു എല്ലാവർക്കും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എല്ലാവരും പൊക്കി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിങ്ങൾക്കറിയൂ. ചാടി പൊക്കിയല്ലോ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, റൂമിൻ്റെ അകത്ത് മുഴുവനും സുഗന്ധമുണ്ടാകണം. ഇതിനാണ് നല്ല മരണമെന്ന് പറയുക. ഇങ്ങനെ ഒരു നല്ല മരണം കിട്ടാൻ നിന്റെയൊക്കെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താ? സ്വന്തം വാഴൊക്കെ പോകട്ടെ, അതെല്ലാം പോകട്ടെ. ഞാനും നിങ്ങളുടെ പരിസരത്ത്, എൻ്റെ ഉമ്മ കുത്തന്നൂരുകാരിയാണ്, ഞാനും നിങ്ങളുടെ നാടുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറഞ്ഞേ. നന്മ എല്ലാവർക്കും പറയാൻ കാണും. ഉസ്താദെ ഞാൻ നിസ്കരിക്കും, നമ്മുടെ നിസ്കാരത്തെ കുറിച്ചും പറയാതിരിക്കല. ഒറ്റയ്ക്ക് നിസ്കരിച്ച ഇന്ന ആഴത്തേനെയും കുലുഹു വല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ ബക്കറ ഓതിയിട്ട് വേണമെങ്കിൽ നിസ്കരിക്കും. ആള് കാണാനുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം മാറും. നമ്മള് തഹജ്ജുദ് നിസ്കരിക്കും. വാപ്പ പറയുന്നത് ഞാൻ 3 മണിക്ക് എഴുന്നേറ്റാ പിന്നെ ഉറങ്ങത്തില്ലെന്ന പത്രത്തിലുണ്ട് നീ നിസ്കരിക്കുന്ന കഥ. ഇരിക്കുന്ന പെണ്ണുങ്ങൾ പറയും റജബ്, ശഅബാൻ, റമളാൻ 6 നോമ്പ്, പിന്നെ എല്ലാ മാസത്തിലും തിങ്കളും വ്യാഴവും നോമ്പ്. നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഇവള് നോമ്പ് പിടിക്കുന്നവളാണ്.
എടാ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ ഫ്ലെക്സ് വെച്ച ഞാൻ പള്ളിക്ക് വേണ്ടി തരാം, ആർക്ക് വേണമെങ്കിലും തരാം. ഇല്ലെങ്കിൽ വീടിന്റെ ഗേറ്റ് പോലും നമ്മൾ തുറക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ നമ്മൾ ചെയ്യുന്ന നന്മ ഇതാ. നമ്മൾ ചെയ്യുന്ന നന്മ നാട്ടുകാർക്കറിയാം, അള്ളാഹുടെ മുമ്പിൽ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് അള്ളാഹു നല്ല ഒരു മരണം തരുന്നത്? ഒന്ന് ചിന്തിക്ക്. ഇന്ന് വഴുത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ അസ്രായിൽ വന്നിട്ട് പറഞ്ഞു, സിറാജ വാടാ പോകാം. പോകണോ? പോകണോ? പോകണം. എന്തും കൊണ്ട് നീ പോകും. ഞാൻ ചോദിക്കുന്നത്, എന്താ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ വഴുത് വെക്കണവർക്കെല്ലാം അറിയാം, സിറാജ് ഉസ്താദ് ഇത് പറഞ്ഞിട്ട് വഴുത് നിർത്തത്തുള്ളൂ. അതിനേക്കാളും വലിയ വഴുതൊന്നും ഇല്ലടോ. കഫാ ബിൽ മൗത്തി വാഇള. ഒരു മരണം പറഞ്ഞു തരുന്നതിനേക്കാളും വലിയ വഴുത് ലോകത്തില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു 36 വയസ്സുള്ള ഒരു ഉസ്താദിന്റെ കഥ പറയും. എൻ്റെ ഉമ്മയും പെങ്ങളൊക്കെ കേൾക്കണം. ആ മനുഷ്യൻ ഒരു ഉസ്താദാ. അദ്ദേഹം രോഗം പിടിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കുകയാ. ഡോക്ടർ വന്ന് പരിശോധിക്കാൻ വന്ന ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ച് അറിയിച്ചേക്കാൻ പറഞ്ഞു. 24 മണിക്കൂറിന്റെ ഉള്ളിൽ തീരും അറിയിച്ചേക്കാൻ. സത്യത്തിൽ ഡോക്ടർ വിചാരിച്ചത് ഉസ്താദ് കേൾക്കുന്നില്ല എന്ന്. സത്യത്തിൽ ഉസ്താദ് കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ആ ഉസ്താദ് കിടന്ന് കരയുന്നു. ഈ നേഴ്സ് മുസ്ലിം ആയിരുന്നു. അവരെന്നോട് കഥ പറഞ്ഞു തന്നെ. അവർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു, ഉസ്താദ് കിടന്ന് കരയുന്നു. അടുത്ത് കിടക്കുന്ന രോഗികൾക്കെല്ലാം ബേജാറാകും, നിങ്ങളൊന്ന് പെട്ടെന്ന് വരാൻ. എത്ര പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർ ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നല്ല മെഡിസിനാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് കരയുന്നല്ലോ, നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ. ഈ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും പ്രയാസമാകും, അതുകൊണ്ട് നിങ്ങൾ കരയരുത്. ഉസ്താദ് പിന്നെയും കരയുക. അപ്പൊ ഡോക്ടർക്ക്, നിങ്ങൾക്ക് എന്താ മരിക്കുമെന്ന് പേടിച്ചിട്ടാണോ? ഉസ്താദിനോട് ചോദിച്ചത്, നിങ്ങൾ മരിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഈ കരയണേ? ഉസ്താദ് പതിയ സ്വരത്തിൽ പറഞ്ഞു അത്ര, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അപ്പൊ ഡോക്ടർ ചോദിച്ചു അത്ര, നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഓർത്തിട്ടാണോ? ഈ വീഡിയോ കോൾ വിളിച്ചു തരാം, കരയാതിരുന്നാ മതി. അടുത്ത് കിടക്കുന്ന രോഗികൾക്കെല്ലാം പ്രശ്നമാണ്, അതുകൊണ്ട് കരച്ചിൽ നിർത്ത്. നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ഞങ്ങൾ ഫോൺ വിളിച്ച് കാണിച്ചു തരാം. ഉസ്താദ് പറഞ്ഞു, അല്ല, എൻ്റെ ഭാര്യയെയും മക്കളെയും പിരിയുന്ന സങ്കടത്തിലല്ല ഞാൻ കരയുന്നേ. അപ്പൊ ഡോക്ടർ അമുസ്ലിമല്ലേ, അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം. അദ്ദേഹം ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല, നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും പിരിയുന്നതിൽ നിങ്ങൾക്ക് സങ്കടമില്ല, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? പിന്നെ എന്തിനാ നിങ്ങൾ കരയണേ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുടെ മുമ്പിൽ പോകുമ്പോ ഞാൻ എന്തും കൊണ്ട് പോകും. റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിലാ പോവാ? 36 കൊല്ലം ജീവിക്കാൻ എൻ്റെ റബ്ബ് എനിക്ക് അവസരം തന്നിട്ട് ഒന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ.